ആറ്റിങ്ങൽ എക്സോട്ടിക്കിലെ ഓൺലൈൻ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. +2 എക്കണോമിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് മൈക്രോ എക്കണോമിക് തിയറിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ചാപ്റ്ററിൻ്റെ പേര് ദി തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിൽ ലാസ്റ്റിൽ നമ്മൾ ഡിമാൻഡ് കൺസെപ്റ്റ് പഠിച്ചു വരികയായിരുന്നു. ലാസ്റ്റിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, അതുപോലെ എന്താണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ ഇൻക്രീസിങ് ഡിക്രീസിങ് ഡിമാൻഡ്, ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും നല്ലതുപോലെ മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പോൾ എക്സ്പാൻഷനും കോൺട്രാക്ഷനും അല്ലേ, ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നമ്മൾ ഏതൊക്കെയാണ് അതിന് മുന്നേ പറഞ്ഞത്? ഡിറ്റർമിനൻറ്റ്സ് ഓഫ് ഡിമാൻഡ് പറഞ്ഞു, അതുപോലെ ലാ ഓഫ് ഡിമാൻഡ് പറഞ്ഞു, അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് പറഞ്ഞു, മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരയ്ക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ എക്സ്പാൻഷനും കോൺട്രാക്ഷനും, അതുപോലെ എന്താണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡിൽ ഇൻക്രീസും ഡിക്രീസും, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ നോക്കുക, ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിമാൻഡിൻ്റെ ഇലാസ്തികതയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ദി വേർഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്, പ്രതികരണം. ദി വേർഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്. ഇലാസ്റ്റിസിറ്റി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഇവിടെ റെസ്പോൺസിവ്നെസ് അല്ലെങ്കിൽ പ്രതികരണമാണ് നമ്മൾ ഇവിടെ പറയുന്നത്, അല്ലേ? അപ്പോൾ ഒന്നുകൂടെ മനസ്സിവിടെ, ദി വേർഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്. ഇലാസ്തികത എന്ന് കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് റെസ്പോൺസിവ്നെസ് ആണ്, അല്ലേ? റെസ്പോൺസിവ്നെസ്. ദി വേർഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്, അല്ലേ? ഇത് വേൾഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്, പ്രതികരണം. അപ്പോൾ നമുക്കറിയാം ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ് ആണ്, അല്ലെങ്കിൽ പ്രതികരണമാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിനുണ്ടാകുന്ന പ്രതികരണം. അപ്പോൾ ഇലാസ്തികത എന്ന് പറയുന്നത് റെസ്പോൺസിവ്നെസ് ആണ്. ഇലാസ്തികത എന്ന് പറയുന്നത് റെസ്പോൺസിവ്നെസ് ആണ്, അല്ലേ? റെസ്പോൺസിവ്നെസ്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിനുണ്ടാകുന്ന പ്രതികരണം. ഓക്കെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ദി വേർഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്, പ്രതികരണം, അല്ലേ? അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിനുണ്ടാകുന്ന പ്രതികരണം. നമുക്കറിയാം വില മാറുമ്പോൾ ഡിമാൻഡ് പ്രതികരിക്കും, അല്ലേ? അത് പ്രധാനമായും 5 ഡിഗ്രിയിലാണ് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി അത് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമായും 5 തരത്തിലാണ് ഡിമാൻഡിൻ്റെ പ്രതികരണം നമ്മൾ പറയുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ടൈപ്സ്. ഒന്നുകൂടെ നമുക്കറിയാം
വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിനുണ്ടാകുന്ന പ്രതികരണം, റെസ്പോൺസിവ്നെസ്, പ്രതികരണം അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി ഡിമാൻഡിനുണ്ടാകുന്ന പ്രതികരണമാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ചേഞ്ച് എന്ന് പറയുന്നത് 5 ഡിഗ്രിയിലാണ് പറയുന്നത്, 5 തരത്തിൽ. ഓക്കെ, അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ടൈപ്സ്. ഇലാസ്റ്റിസിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ടൈപ്സ്. 5 തരത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. അതിൽ ഒന്ന് നമുക്കറിയാം 5 ടൈപ്സ് നമ്മൾ പറയുന്നു, 5 ഡിഗ്രീസ് അല്ലേ, 5 തരത്തിൽ. അതിൽ ഒന്നെന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. മനസ്സിൽ ഓർമ്മിക്കുക, ഒന്നെന്ന് പറയുന്നത് ഏതാ? പെർഫെക്റ്റ്ലി അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് അല്ലേ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. രണ്ടെന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക്. മൂന്നെന്ന് പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ. 4 പറയുന്നത് മോർ ഇലാസ്റ്റിക്. 5 പറയുന്നത് ലെസ് ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക്, പെർഫെക്റ്റ് ഇൻഇലാസ്റ്റിക്, യൂണിറ്റ്, മോർ, ലെസ്. അപ്പോൾ ഈ മോറിനെ വേണമെങ്കിൽ നമുക്ക് വെറും ഇലാസ്റ്റിക് എന്നും അതുപോലെ ഇതിനെ ഇൻഇലാസ്റ്റിക് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ നിൽക്കട്ടെ. അപ്പോൾ വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി ഡിമാൻഡ് 5 തരത്തിൽ പ്രതികരിക്കും അല്ലേ. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോൾ ക്ലാസ്സിൽ കുട്ടികളെ വഴക്ക് പറയുന്നു, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. ചില കുട്ടികൾ ചിലപ്പോൾ കരഞ്ഞ് പ്രതികരിക്കും, ചില കുട്ടികൾ ചിലപ്പോൾ ആ വഴക്ക് പറഞ്ഞ സാറിൻ്റെ ക്ലാസ്സിൽ വരാതെ പ്രതികരിക്കും അല്ലേ. ഞാൻ പറഞ്ഞ് മനസ്സിലായ? അപ്പോൾ പല തരത്തിൽ പ്രതികരിക്കും. അപ്പോൾ അതുപോലെ വില മാറുമ്പോൾ ഡിമാൻഡ് പല ടൈപ്പിൽ പ്രതികരിക്കും. അതിൽ ഒന്നാമത്തത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നൊക്കെ നമ്മൾ പറയും, പൂർണ്ണ ഇലാസ്തിക ചോദനം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ പൂർണ്ണ ഇലാസ്തിക ചോദനം. രണ്ടെന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തിക രഹിത ചോദനം. മൂന്നെന്ന് പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിക് അല്ലേ, സമ ഇലാസ്തിക ചോദനം. അതിനെ നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നൊക്കെ പറയും. അതുപോലെ മോർ ഇലാസ്റ്റിക് അല്ലേ, മോർ ഇലാസ്റ്റിക്, അധിക ഇലാസ്തിക ചോദനം. ലാസ്റ്റിൽ ലെസ് ഇലാസ്റ്റിക്, ന്യൂന ഇലാസ്തിക ചോദനം. ഒന്നുകൂടെ പറയാം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, പൂർണ്ണ ഇലാസ്തിക ചോദനമുണ്ട്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, പൂർണ്ണ രഹിത ഇലാസ്തിക ചോദനമുണ്ട്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, അതുപോലെ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഉണ്ട്, ലെസ് ഇലാസ്റ്റിക്കും ഉണ്ട്. അപ്പോൾ മോർ ഇലാസ്റ്റിക്കിനെ നമ്മൾ വെറും ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിമാൻഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ പ്രതികരണം എന്ന് പറയുന്നത്, റെസ്പോൺസിവ്നെസ് എന്ന് പറയുന്നത് 5 ഡിഗ്രിയിലാണെന്ന് നമ്മൾ പറഞ്ഞു, 5 ടൈപ്സ് ആണെന്ന് പറഞ്ഞു. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ പൂർണ്ണ ഇലാസ്തിക ചോദനം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ പൂർണ്ണ രഹിത ഇലാസ്തിക ചോദനം, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ സമ ഇലാസ്തിക ചോദനം, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് നമ്മൾ പറയുമല്ലേ, മോർ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ് അധിക ഇലാസ്തിക ചോദനം, അതുപോലെ ലെസ് ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നൊക്കെ നമ്മൾ പറയും, ന്യൂന ഇലാസ്തിക ചോദനം. ഓക്കെ ആണോ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഇലാസ്റ്റിസിറ്റിയാണ്, ഡിമാൻഡിൻ്റെ ഇലാസ്തികത. അപ്പോൾ ഓർത്ത് വരിക, ലാ ഓഫ് ഡിമാൻഡ്, അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ്, അതുപോലെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഇൻക്രീസും ഡിക്രീസും, ഇങ്ങനെ ഒരുപാട് ഡിമാൻഡിൻ്റെ മാറ്റങ്ങൾ നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. അതിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്, ഡിമാൻഡിൻ്റെ ഇലാസ്തികതയാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ദി വേർഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്. ഓക്കെ ആണല്ലോ? ഇലാസ്തികത എന്ന് പറയുന്ന വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് പ്രതികരണം എന്നുള്ളതാണ്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട ഇലാസ്റ്റിറ്റി നമ്മൾ പറഞ്ഞപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി അല്ലേ. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്
ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്, വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിനുണ്ടാകുന്ന പ്രതികരണം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് എ ബി കോളം പോലെ എങ്ങാനും ചോദിക്കുന്നെങ്കിൽ മറന്നു പോകരുത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഒന്നുകൂടെ നോക്കാം. ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കേണാ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബൈ ദി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഓക്കെ. ഇനി നമ്മൾ പറഞ്ഞു ഓൺ ദി ബേസിസ് ഓഫ് ഡിഗ്രി ഓഫ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, അല്ലേ? ഈ വിലയിലുണ്ടാകുന്ന മാറ്റം ഡിമാൻഡിൽ മാറ്റുന്നത് എത്ര തരത്തിൽ? ഇലാസ്റ്റിറ്റി ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ടൈപ്സ്. 5 തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെയാണ്? ദേ ആർ പെർഫെക്റ്റ് ഇലാസ്റ്റിക്, അതുപോലെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, യൂണിറ്റ് ഇലാസ്റ്റിക്, മോർ ഇലാസ്റ്റിക്, ലെസ് ഇലാസ്റ്റിക്. പൂർണ്ണ ഇലാസ്തിക ചോദനം, പൂർണ്ണ ഇലാസ്തിക രഹിത ചോദനം, സമ ഇലാസ്തിക ചോദനം, അധിക ഇലാസ്തിക ചോദനം, ന്യൂന ഇലാസ്തിക ചോദനം. ഓക്കെ ആണല്ലോ? ഇതിൽ ആദ്യത്തേത് നമ്മൾ മനസ്സിലാക്കുന്നു. ഏതാ? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലേ? ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന ഏതാ? പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ പൂർണ്ണ ഇലാസ്തിക ചോദനം. ഓക്കെ ആണല്ലോ? അപ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് പൂർണ്ണ ഇലാസ്തിക ചോദനം എന്ന് നമ്മൾ പറയും. ഓക്കെ, ശ്രദ്ധിക്കുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ. വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് leads to infinite, 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 ഇൻഫിനിറ്റി വാക്ക് ഓർമ്മിക്കുക, അനന്തമായ മാറ്റം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിൽ ചെറിയ മാറ്റം, വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. വിലയിൽ ചെറിയ മാറ്റമുണ്ടാകുമ്പോൾ ഡിമാൻഡിൽ അനന്തമായ മാറ്റം, അല്ലേ? അനന്തമായ മാറ്റം, ഇൻഫിനിറ്റ്, അത് ഓർത്ത് വയ്ക്കുക. ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ ആണല്ലോ? വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് നമ്മൾ പറഞ്ഞു. വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്തികത എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, അല്ലെങ്കിൽ അനന്തമായിരിക്കും. ഇലാസ്തികത എന്ന് പറയുന്നത് അനന്തമായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രാഫ് വരച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, OY OX നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് OY നമ്മൾ അടയാളപ്പെടുത്തി, ഇവിടെ OXും അടയാളപ്പെടുത്തി. OYയിൽ സാധാരണയായി നമ്മൾ കൊടുക്കുന്ന എന്താ? പ്രൈസ്. ഓക്കെ ആണല്ലോ? OXൽ നമ്മൾ കൊടുക്കുന്ന എന്താ? ഡിമാൻഡ്. ഓക്കെ. OYയിൽ പ്രൈസും അടയാളപ്പെടുത്തി, OXൽ നമ്മൾ ഡിമാൻഡും അടയാളപ്പെടുത്തി. ഇനി നമുക്കറിയാം ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്, അപ്പോൾ ഇലാസ്തികത എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു OX. ഒന്നുകൂടെ നോക്കാം. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്, അല്ലേ? എക്സ് ആക്സിസിന് സമാന്തരമായ രേഖ. നോക്കൂ,
ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. മനസ്സിലായോ? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് അല്ലേ, എക്സിന് സമാന്തരമായ രേഖ. ഇതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിന് സമാന്തരമായ രേഖയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ വിലയിൽ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഡിമാൻഡ് വേണമെങ്കിൽ ക്യൂ ആയാലും Q1 ആയാലും എല്ലാം വില എത്ര മാറിയാലും അനന്തമായ മാറ്റം, വിലയിൽ എത്ര വ്യത്യാസം വന്നാലും ഡിമാൻഡിന് അനന്തമായ മാറ്റം അല്ലേ. അപ്പോൾ ഒന്നുകൂടെ, വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഓക്കെ ആണല്ലോ. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ ഇലാസ്തികത എന്ന് പറയുന്നത് ഇലാസ്റ്റിസിറ്റി അല്ലേ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഫിനിറ്റ് ആണ് അല്ലേ, ഇൻഫിനിറ്റ് ആണ്. ഇലാസ്തികത എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഇലാസ്തികത എന്ന് പറയുന്നത് എത്രയാ? ഇൻഫിനിറ്റ് ആയിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നതാണ് ഇലാസ്തികത എന്ന് പറയുന്നത്. ഇൻഫിനിറ്റ്. ഓക്കെ ആണല്ലോ. ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്, ഇലാസ്തികത എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഇലാസ്തികത എന്തായിരിക്കും? ഇൻഫിനിറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇലാസ്തികത 5 ഡിഗ്രി 5 തരത്തിലുണ്ട്. ഏതൊക്കെയാ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കി, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ആദ്യം നമ്മൾ പറഞ്ഞത് അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. വിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റം ഡിമാൻഡിൽ അനന്തമായ മാറ്റം സൃഷ്ടിക്കുന്നു. ഓക്കെ ആണല്ലോ. അവിടെ ഡിമാൻഡ് കർവ് നമ്മൾ വരച്ചു. ഒ എക്സിന് സമാന്തരമായ രേഖ. ഏതിന് സമാന്തരമായ രേഖ? ഒ എക്സിന് സമാന്തരമായ രേഖ. അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്, അനന്തമാണ്. ഇലാസ്തികത എന്ന് പറയുന്നത് അനന്തമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ ആണല്ലോ. ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസിവ്നെസ്. ഇലാസ്തികത എന്ന് പറയുന്നത് നമ്മൾ പ്രതികരണത്തിൻ്റെ തോതായിട്ടാണ് പറഞ്ഞത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ മനസ്സിലാക്കി. അതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി റെഫേഴ്സ് ടു ദി ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. വിലയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിനുണ്ടാകുന്ന പ്രതികരണം 5 ഡിഗ്രീസ് ഓഫ് അല്ലേ ഇലാസ്റ്റിറ്റി. അപ്പോൾ 5 തരത്തിലുള്ള 5 ടൈപ്സ് 5 തരം ഇലാസ്തികത നമ്മൾ പറഞ്ഞു. അതിലാദ്യം നമ്മൾ പറഞ്ഞത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് അല്ലേ, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തിക ചോദനം. രണ്ടാം നമ്മൾ പറയുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണരഹിത ഇലാസ്തിക ചോദനം. മൂന്നാമത് നമ്മൾ പറയുന്നത് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി. നാലാമത് പറയുന്നത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അഞ്ചാമത് പറയുന്നത് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും. ഓക്കെ ആണല്ലോ. മോറും ലെസ്സും, ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും. അതിൽ നമ്മൾ ഇന്ന് ഒരു കാര്യമാണ് മനസ്സിലാക്കിയത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. വിലയിൽ ചെറിയ മാറ്റം, ഡിമാൻഡിൽ അനന്തമായ മാറ്റം. ഇൻഫിനിറ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുന്നു. ഇനി ഇവിടെ ഡിമാൻഡ് കർവ് വ്യത്യാസമുണ്ട്. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ഒ എക്സ്. ഒ എക്സിന് സമാന്തരമായ രേഖയാണ് ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ ആണല്ലോ. ഇലാസ്റ്റിസിറ്റി മീൻസ്, ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? ഇലാസ്തികത എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്, അനന്തമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ നോക്കി വയ്ക്കുക. ഇനി ബാക്കി ഇലാസ്തികത നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ.